വെൽക്കം ബാക്ക് ടു ഏഗിൾ ലേണിംഗ്. അപ്പോൾ നമ്മുടെ SSLC മാത്സ് എക്സാമിന് ഇനി വെറും 3 ദിവസങ്ങൾ മാത്രം. അപ്പോൾ ഈ ഒരൊറ്റ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. പോളിനോമിയൽ എന്നുള്ള ചാപ്റ്റർ നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരൊറ്റ വീഡിയോയിൽ കൂടെ സെറ്റ് ആക്കാം. അപ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസിലൂടെ ആ ചാപ്റ്ററിലെ എല്ലാ കൺസെപ്റ്റും നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. If P of x is equal to 2x square minus 3x plus 5, then find P of 0. അപ്പോൾ P of 0 ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ അത് വളരെ സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി? ഇവിടെ അവസാനം x ഒന്നുമില്ലാതെ ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ടാവില്ലേ, ആ ടേമിന് അങ്ങ് എഴുതാം. ഇവിടെ പോസിറ്റീവ് 5 ആണ്, ആ 5 എഴുതി. ഇനി P of 0ക്ക് പകരം P of 1ഓ P of 2ഓ -1ഓ അതൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ എക്സിന് പകരം എന്ത് കൊടുക്കുക? ഇപ്പം സപ്പോസ് P of 1 നിങ്ങളുടെ അടുത്ത് ചോദിച്ചു. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു പോളിനോമിയലിൽ എക്സ് വരുന്നിടത്തൊക്കെ എന്ത് കൊടുക്കുക? 1 എന്ന് കൊടുക്കുക. എന്നിട്ട് ആൻസർ കണ്ടുപിടിക്കുക. ഇനി P of 0 എന്ന് ചോദിക്കുകയാണെങ്കിൽ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? എക്സ് ഒന്നുമില്ലാതെ അവസാനം ഒറ്റയ്ക്ക് കിടക്കുന്ന ആ ഒരാളില്ലേ, അയാൾ അങ്ങെടുത്ത് എഴുതിയാൽ മതി. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ചെക്ക് വെദർ x minus 1 is a factor of this polynomial. x minus 1 ബഹുപദത്തിന്റെ ഘടകമാണോ എന്ന് പരിശോധിക്കുക. ചെക്ക് ചെയ്യണം, പരിശോധിക്കണം. എങ്ങനെ പരിശോധിക്കും? അപ്പോൾ നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. x minus 1 എന്നുള്ളത് ഈ പോളിനോമിയലിൻ്റെ ഫാക്ടർ ആണെങ്കിൽ അപ്പോൾ ആദ്യം നമുക്ക് p of x എഴുതാം. p of x എത്രയാണ്? 2x സ്ക്വയർ -3x + 5 ആണ്. അപ്പോൾ ഈ ഒരു പോളിനോമിയലിൻ്റെ ഫാക്ടർ ആണ് x -1 എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം P of +1 എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ -1 എന്നാണെങ്കിൽ ഇവിടെ എന്ത് എഴുതണം? P of 1 എന്ന് എഴുതണം. അപ്പോൾ P of x തന്നിട്ടുണ്ട്. x -1 ഇതിൻ്റെ ഒരു ഫാക്ടർ ആണെങ്കിൽ എന്ത് വരും? P of 1 എന്നുള്ളത് 0 ആവും. ഓക്കെ, അപ്പോൾ P of 1 എന്നുള്ളത് 0 ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യാം? x -1 എന്നുള്ളത് എന്നുള്ളത് ഈ തന്നിരിക്കുന്ന പോളിനോമിയലിൻ്റെ ഘടകമാണ്, ഫാക്ടർ ആണ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ P of 1 0 ആണോ എന്ന് നോക്കാം. അപ്പോൾ P of 1 കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ എന്താണ്? 2 ഇൻറ്റു എക്സിലോടത്തൊക്കെ 1 കൊടുക്കുക. 1 സ്ക്വയർ -3 ഇൻറ്റു 1 + 5 ഈക്വൽ ടു 2 ഇൻറ്റു 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 ആണ്. സോ 2 ഇൻറ്റു 1 2 -3 + 5. ഇവിടെ ഇപ്പോൾ എന്ത് വന്നു? 2 -3 + 5 ദാറ്റ് ഈസ് 2 -3 എന്താണ്? -1. അപ്പം -1 + 5 എന്ന് പറയുമ്പോൾ എത്ര വരുന്നു? 4 വരുന്നു. ഓക്കെ, 5 - 1 4 എന്ന് വരുന്നു. അപ്പോൾ P of 1 നമുക്ക് 4 എന്ന് കിട്ടി. അപ്പോൾ എന്തല്ലാന്ന് കിട്ടി? 0 അല്ല, നോട്ട് ഈക്വൽ ടു 0. P of 1 0 ആയാലാണ്, 0 ആയാലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? x -1 എന്നുള്ളത് ഈ P of xന്റെ ഫാക്ടർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ P of 1 എന്നുള്ളത് 4 ആണ് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? x -1 ഘടകം അല്ല. ഇറ്റ്സ് നോട്ട് എ ഫാക്ടർ. ഘടകമല്ല. റെഡി? അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടോ? റെഡി? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. Consider the polynomial P of x is equal to x square minus kx minus 7. P of x is equal to x square minus kx minus 7. If P of 1 equal to 3. അപ്പോൾ P of 1 equal to 3 എന്ന് തന്നിട്ടുണ്ട്. Then find the value of k. ഈ kയുടെ മൂല്യം കണ്ടുപിടിക്കണം. അപ്പോൾ P of 1 ഇവിടുന്ന് 3 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ പോളിനോമിയലിൽ എക്സിന് പകരം 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? P of 1 കിട്ടില്ലേ? അപ്പോൾ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ P of 1 എന്താണ്? സോ P of 1 നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. എന്ത് വരും? ഇവിടെ എക്സിന് പകരം 1 കൊടുക്കുക. 1 സ്ക്വയർ മൈനസ് k into 1 minus 7 equal to 1 minus k minus 7 equal to ഇവിടെ എന്താ വരിക? 1 minus 7 എന്ന് പറയുമ്പോൾ -6. അപ്പം -6 minus k. ഓക്കെ, 1 minus 7 minus 6. അപ്പോൾ -6 - k എന്ന് വന്നു. ഇനി ഇവർ തന്നിട്ടുണ്ട് P of 1 എന്നുള്ളത് 3 ആണ്. സോ നമുക്കിവിടെ എന്ത് ചെയ്യാം? നമ്മൾ കണ്ടുപിടിച്ച P of 1നെ
3നോട് ഇക്വേറ്റ് ചെയ്യാം. ഇത് രണ്ടും അപ്പോൾ നമ്മുടെ പി ഓഫ് എന്ന് പറയുന്നത് ഈക്വൽ ടു 3 ആണ്, 3നോട് തുല്യമാണ്. സോ നമ്മളിവിടെ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. സോ -6 - k ഈക്വൽ ടു 3 ആണ്. ഇതിൽ നിന്നും എന്താണ് ഈ കെനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവുക, 3 ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്താവും -6 3 ഇങ്ങോട്ട് വരുമ്പോൾ -3 ഈക്വൽ ടു ഇവിടെ നിന്ന് -k ഇപ്പുറത്തേക്ക് പോകുമ്പോൾ അതെന്താവും പോസിറ്റീവ് k എന്നാവും. വിച്ച് ഇംപ്ലൈസ് -6 - 3 എന്ന് പറയുമ്പോൾ എന്താണ് -9 അല്ലേ? ഇവിടെ രണ്ട് സ്ഥലത്തും മൈനസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 6ഉം 3ഉം കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് ഒരു -2 എടുക്കാം. അപ്പോൾ എന്ത് വരും -9 ഈക്വൽ ടു k. അപ്പോൾ നമുക്ക് കെയുടെ വാല്യൂ എന്ത് കിട്ടി, കെയുടെ വില എന്ത് കിട്ടി, 9 അല്ല -9 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, -9 എന്ന് കിട്ടി. റെഡി? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, x-1 ഘടകമായ, അപ്പം -9 എന്ന് കിട്ടി. x-1 ഘടകമായ ഒരു രണ്ടാം കൃതി ബഹുപദം എഴുതുക. റൈറ്റ് എ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ വിത്ത് ഫാക്ടർ x-1. ഓക്കെ, അപ്പം നമുക്കൊരു രണ്ടാം കൃതി ബഹുപദം എഴുതണം. അപ്പോൾ ഒരു ഒന്നാം കൃതി ബഹുപദം ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടാം കൃതി ബഹുപദത്തിൻ്റെ ഒരു ഫാക്ടറാണ്, ഘടകമാണ് x-1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു രണ്ടാം കൃതി ബഹുപദം നമുക്ക് കിട്ടുക? രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങൾ ഗുണിച്ചാൽ, രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ രണ്ടാം കൃതി ബഹുപദം കിട്ടും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്താൽ മതി, x-1 എന്നുള്ള ഒരു ഒന്നാം കൃതി ബഹുപദം ഇവർ ഓൾറെഡി തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ വേറൊരു ഒന്നാം കൃതി ബഹുപദം ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലും കൂടെ ഗുണിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടും. അപ്പോൾ ഇതിനെന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ഒന്നാകൃതി ബഹുപദം അതിൽ എക്സ് ഉള്ള ഒന്നാകൃതി ബഹുപദമായിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും എളുപ്പത്തിൽ എക്സ് വെച്ച് തന്നെ ഗുണിക്കാം. ഇങ്ങനെ വെറുതെ എക്സ് നിന്നാലും ഇത് ഒന്നാകൃതി ബഹുപദം തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പോൾ എക്സ് നിൽക്കുമ്പോൾ അത് രസമില്ലാന്ന് തോന്നുന്നവർ എന്ത് ചെയ്യുക, x-1 x+1 x+4 ഏതെങ്കിലും ഒരു ഒന്നാകൃതി ബഹുപദം വെച്ച് ഇതിനെ അങ്ങോട്ട് ഗുണിക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഒരു രണ്ടാം കൃതി ബഹുപദം കിട്ടും. അപ്പോൾ ദാ ഇവിടെ സിമ്പിളായിട്ട് നമുക്ക് ഗുണിച്ച് എഴുതാലോ. എന്ത് ചെയ്യുക, x × x x² -1 × x x. അപ്പോൾ x² - x ഒരു രണ്ടാം കൃതി ബഹുപദം നമുക്ക് കിട്ടി. അതിൻ്റെ ഒരു ഘടകമായിട്ട് ആര് വരും, x-1 വരും. സിമ്പിളാണ്. അപ്പോൾ x-1 ഫാക്ടർ ആയിട്ടുള്ള ഒരു രണ്ടാം കൃതി ബഹുപദം എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, x-1നെ വേറെ ഏതെങ്കിലും ഒരു ഒന്നാം കൃതി ബഹുപദം വെച്ചിട്ട് ഗുണിക്കാം. റെഡി? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. p of x is a second degree polynomial. One factor of p of x is x-1. അപ്പോൾ p of x എന്ന് പറയുന്നത് ഒരു രണ്ടാം കൃതി ബഹുപദമാണ്. അതിൻ്റെ ഒരു ഫാക്ടർ x-1 ആണ്. അപ്പോൾ x-1 is a factor. x-1 എന്താണ്, ഒരു ഘടകമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം, x-1 ഒരു ഘടകമാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു കാര്യം ഉറപ്പിച്ച് പറയാലോ, P of എന്തോ ഒരു സാധനം ഈക്വൽ ടു 0 ആയിരിക്കില്ലേ? ഇതേപോലത്തെ ഒരു കാര്യം വെച്ചിട്ടല്ലേ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തത്. അപ്പോൾ x-1 ഘടകമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, P of 1 ഈക്വൽ ടു 0. ഇവിടെ -1 ഉണ്ടെങ്കിൽ ഇവിടെ +1, ഇനി ഇവിടെ +1 എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ -1 ഇട്ട് കൊടുക്കാം. അപ്പോൾ P of 1 ഈക്വൽ ടു 0 ആയിരിക്കും. അത് കിട്ടി. അടുത്തത് എന്താ, and P of 7 equal to 0. ഇവരെ തന്നിട്ടുണ്ട് P of 7 equal to 0 എന്ന് തന്നിട്ടുണ്ട്. അടുത്തത് എന്താ, റൈറ്റ് P of x as the product of two first degree polynomials. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. P of x-നെ രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതണം. അപ്പോൾ ഓൾറെഡി ഇവർ എന്ത് പറഞ്ഞിട്ടുണ്ട്, P of x-ന്റെ ഒരു ഘടകമാണ്, ഫാക്ടറാണ് x-1. അപ്പോൾ നമുക്ക് P of x എന്ന് പറയുന്നത് x-1 ഇൻറ്റു വേറെ ഏതോ ഒരു ഘടകം കൂടി ഇവിടെ എഴുതിയാൽ മതി, ഒരു ഫാക്ടറും കൂടെ എഴുതിയാൽ മതി. അപ്പോൾ അതിനുള്ളൊരു ഹിന്റ് ഇവർ തന്നിട്ടുണ്ട്. P of 7 0 ആണ്. P of 7 0 ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, P of 7 0 ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, എക്സ് ഇവിടെ +7 ആയതുകൊണ്ട് നമ്മളിവിടെ എന്ത് എഴുതണം, -7. x-7 എന്താണ്, ഒരു ഘടകമാണ്. x-7 is a factor. അപ്പോൾ നമ്മുടെ P of x എങ്ങനെ കിട്ടും, P of x-ന്റെ രണ്ട് ഘടകങ്ങളും നമുക്ക് പറയാം. x-1 ഒരു ഘടകമാണ്, x-7 ഒരു ഘടകമാണ്. അപ്പോൾ നമ്മുടെ P of x എങ്ങനെ കിട്ടും, x-1 ഇൻറ്റു x-7 ചെയ്താൽ മതി. അപ്പോൾ ദാ നമ്മൾ എഴുതി P of x-നെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിൻ്റെ ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതി x-1 ഇൻറ്റു x-7. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് x
ഫോർ വിച്ച് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എന്താണ് കാണേണ്ടത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് വേറൊരു രീതിയിലും ചോദിക്കാം. എക്സിന്റെ ഏതെല്ലാം വിലകൾക്കാണ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആവുന്നത്? അപ്പൊ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, അതിന്റെ അർത്ഥം എന്താ? പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 7 ഈക്വൽ ടു 0 ആവുന്നത് എപ്പോൾ? എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 7 ഈക്വൽ ടു 0 ആകുന്നത് എപ്പോൾ? വേറൊരു രീതിയിൽ ചോദിക്കാം. സൊല്യൂഷൻ ഓഫ് പി ഓഫ് എക്സ്, solutions of p of x. Okay, p of x is equal to 0. Solutions of p of x is equal to 0. p of x is equal to 0 എന്നതിൻ്റെ പരിഹാരങ്ങൾ എന്ന് പറയാം. അല്ലെങ്കിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് ആകുന്നത് എപ്പോൾ? അപ്പോൾ ഇതൊക്കെ ഈ ഒരു ചോദ്യത്തിന്റെ ഓൾട്ടർനേറ്റീവ് ആണ്. എന്താണ്? എക്സിന്റെ ഏതെല്ലാം വിലകൾക്കാണ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 ആവുമെന്ന് ചോദിക്കാം. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ഫോർ വിച്ച് പി ഓഫ് എക്സ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് പല രീതിയിലും ചോദിക്കാം. എല്ലാം മെയിൻ ചെയ്യുന്നത് എന്താണ്? ഒന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സിമ്പിൾ ആണ്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ സാധാരണ എന്താ ചെയ്യുക? തന്നിട്ടുള്ള ബഹുപദത്തിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതും. രണ്ട് ഒന്നാകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതും. ഇവിടെ ഓൾറെഡി ഗുണനഫലമായിട്ടാണ് തന്നേക്കണം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേഗം സൊല്യൂഷൻസ് ചെയ്താലോ? സൊല്യൂഷൻസ് എന്താ വരിക? സൊല്യൂഷൻസ് എന്ന് പറയുന്നത് എന്ത് വരും? ഇതാ ഇവിടെ നോക്കൂ, ഇവിടെ എക്സ് മൈനസ് 1 ആണ്. അപ്പം അതിനെ പോസിറ്റീവ് 1 ആക്കി എഴുതാം. പോസിറ്റീവ് 1 കോമ ഇവിടെ ഏതാണ്? -7. അപ്പോൾ അതിനെ പോസിറ്റീവ് 7 ആക്കി എഴുതാം. അപ്പോൾ ഏതൊക്കെയാണ്? 1,7. 1 and 7 സിമ്പിളാണ്. അപ്പോൾ ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതാൻ ഒരു ക്വസ്റ്റ്യൻ വരാം. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ ഒരു ക്വസ്റ്റ്യൻ വരാം. വേറൊരു രീതിയിൽ സൊല്യൂഷൻ എഴുതാൻ വരാം. അപ്പം ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൊല്യൂഷൻ കിട്ടും. ഇനി സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത് കിട്ടും. അതായത് വേറൊരു രീതിയിൽ എന്താ? പി ഓഫ് എക്സ് ഈക്വൽ ടു 0ന്റെ സൊല്യൂഷൻ ആണ് 1ഉം 7ഉം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? പി ഓഫ് 1 ഈക്വൽ ടു 0 ആണ്, പി ഓഫ് 7 ഈക്വൽ ടു 0 ആണ്. ഇനി പി ഓഫ് 1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് മൈനസ് 1 ഒരു ഘടകമാണ്, ഫാക്ടർ ആണ്. പി ഓഫ് 7 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് മൈനസ് 7 ഈസ് എ ഫാക്ടർ, എക്സ് മൈനസ് 7 എന്നുള്ളത് ഘടകമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കാം. റെഡി? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. P of x is equal to x square minus x minus 15. Which number is added to P of x to make x minus 1 a factor of it? P of x എന്ന് പറയുന്നത് x square minus x minus 15 ആണ്. ഇനി ഈ ബഹുപദത്തോട് ഏത് സംഖ്യ കൂട്ടിയാലാണ് എക്സ് മൈനസ് 5 ഘടകമായ ബഹുപദം കിട്ടുന്നത്? അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ എക്സ് മൈനസ് 5 ഘടകമാവണം, അല്ലെ ഘടകമാവണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എക്സ് മൈനസ് 5 ഘടകമാവണമെങ്കിൽ നമുക്കറിയാം പി ഓഫ് 5 എന്ത് കിട്ടണം? ഈക്വൽ ടു 0 എന്ന് കിട്ടണം. എന്ത് കിട്ടണം? പി ഓഫ് 5 ഈക്വൽ ടു 0 എന്ന് കിട്ടണം. അപ്പോൾ നമ്മളിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? പി ഓഫ് 5 എന്താണ് എന്ന് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ചാൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് പി ഓഫ് 5 കണ്ടുപിടിക്കാം. എന്ത് വരും? എക്സിന് പകരം 5 കൊടുക്കാം. 5 സ്ക്വയർ മൈനസ് 5 മൈനസ് 15. 5 സ്ക്വയർ ഈസ് 25 മൈനസ് 5 മൈനസ് 15. ദാറ്റ് ഈസ് 25 മൈനസ് 5 എത്രയാണ്? 20. 20 മൈനസ് 15 ഈക്വൽ ടു 5. 5 എന്ന് വരും. അപ്പോൾ പി ഓഫ് 5 നമുക്ക് 5 എന്ന് കിട്ടി. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യം നോക്ക്. Which number is added to P of x? P of xനോട് ഏത് സംഖ്യ ആഡ് ചെയ്യുമ്പോഴാണ്, കൂട്ടുമ്പോഴാണ് എക്സ് മൈനസ് 5 ഒരു ഘടകമാവുക എന്നാണ് ചോദ്യം. ഇതിന് പകരം അവർ വേറൊരു ചോദ്യം ചോദിക്കാം. ഇതിനോട് ഏത് സംഖ്യ സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ്, കുറയ്ക്കുമ്പോഴാണ് എക്സ് മൈനസ് 5 ഘടകമാവുക എന്നും ചോദിക്കാം. അപ്പോൾ കൂട്ടുമ്പോൾ ഏത് സംഖ്യ കൂട്ടിയാലാണ് ഘടകമാവുക എന്ന് ചോദിക്കാം, ഏത് സംഖ്യ കുറച്ചാലാണ് ഘടകമാവുക എന്നും ചോദിക്കാം. രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കുറയ്ക്കുക എന്നുള്ള ചോദ്യമാണെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ എന്ത് എഴുതി വെച്ചാൽ മതി? പി ഓഫ് 5 എത്ര കിട്ടിയത്? 5 എന്നല്ലേ കിട്ടിയത്? 5 കുറച്ചാൽ മതി എന്ന് എഴുതാം. കൂട്ടുക എന്ന് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, വിച്ച് നമ്പർ ഈസ് ആഡഡ്, ഏത് സംഖ്യ കൂട്ടിയാലാണ് എക്സ് മൈനസ് 5 ഘടകമാവുക എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്താണെന്നറിയോ? ഇവിടെ നമുക്ക് പി ഓഫ് 5 കിട്ടിയത് പോസിറ്റീവ് 5 അല്ലേ? അതുകൊണ്ട്
-5 കൂട്ടണം, ഇതിന്റെ നെഗറ്റീവ് കൂട്ടണം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഇവിടെ വിച്ച് നമ്പർ ഈസ് ആഡഡ് ടു മേക്ക് എന്താണ് x-5 ഒരു ഫാക്ടർ ആക്കണം എന്നാണ് ചോദ്യമെങ്കിൽ, ഇവിടെ ആഡഡ് എന്നാണെങ്കിൽ എന്താ, ഈ P(5) എത്രയാണോ കിട്ടിയത് അതിന്റെ നെഗറ്റീവ് ആണ് കൂട്ടേണ്ടത്. ഇനി സബ്ട്രാക്റ്റഡ് കുറയ്ക്കണം എന്നായിരുന്നു ചോദ്യം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് എത്രയാണോ P(5) കിട്ടിയത് ആ P(5) തന്നെ കുറച്ചാൽ മതി. അപ്പൊ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിൽ നിന്ന് ഏത് സംഖ്യ സബ്ട്രാക്ട് ചെയ്താലാണ് x-5 ഫാക്ടർ ആവുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും, 5 കുറച്ചാൽ മതി. പക്ഷെ ഇത് കൂട്ടിയാലാണ് എന്ന് ചോദ്യം വന്നപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്, -5 കൂട്ടണം എന്ന് എഴുതിയത്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകട്ടെ. യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ തീർന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് P of x is equal to x² minus 4x minus 21 as the product of two first degree polynomials. Okay, അപ്പോൾ P of x is equal to x² minus 4x minus 21നെ 2 എന്ന രണ്ടാം കൃതി ബഹുപദത്തെ ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യും, നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഫോളോ ചെയ്തിട്ടുള്ള ആ ഒരു മെത്തേഡ് നമുക്ക് ചെയ്ത് നോക്കാം. എന്താണ്, നമ്മൾ a പ്ലസ് ബി a ഇൻറ്റു ബി എന്നിവിടെ എഴുതും. അപ്പോൾ ഈ തന്നിട്ടുള്ള പോളിനോമിയലിൽ നിന്ന് നമ്മൾ എന്താണ് a പ്ലസ് ബിയും a ഇൻറ്റു ബിയും കാണാൻ പോവാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് a b എന്ന് പറയുന്ന രണ്ട് സംഖ്യകളാണ്. അവരുടെ സമ്മ് ഈ പോളിനോമിയലിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അവരുടെ പ്രൊഡക്റ്റും ഈ ഗുണനഫലവും ഈ പോളിനോമിയലിൻ്റെ ഉള്ളിൽ ഈ ബഹുപദത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഗുണനഫലം എന്ന് പറയുന്നത് ഏതാണെന്നറിയോ, ഈ അവസാനം x ഒന്നുമില്ലാതെയുള്ള സംഖ്യയില്ലേ, ആ സംഖ്യ ഇവിടെ ഏതാ, 21 ആണോ, അല്ല -21. അപ്പോൾ a ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു -21. ഇനി a പ്ലസ് ബി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് നോക്കുക. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഇവിടെ എന്താ, -4. ആ -4 എന്ന് എഴുതി വയ്ക്കരുത്. a പ്ലസ് ബി എന്താക്കി എടുക്കുക, +4 ആക്കി എഴുതാം. ഇവിടെ -4 ആണെങ്കിൽ ഇവിടെ എഴുതേണ്ടത് +4. ഇനി ഇവിടെ +4 ആയിരുന്നെങ്കിൽ ഇവിടെ എന്ത് എഴുതണം, -4 എന്ന് എഴുതാം. ക്ലിയർ ആണോ? അപ്പോൾ a ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ x ഒന്നുമില്ലാതെ നിൽക്കുന്ന ഈ സംഖ്യ, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയാം P of 0നെയാണ് a ഇൻറ്റു ബി അവിടെ എടുത്ത് എഴുതേണ്ടത്. ഓക്കെ, ഇനി a പ്ലസ് ബി എന്താണ്, a പ്ലസ് ബി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് നോക്കാം, -4 അതിൻ്റെ ചിഹ്നം മാറ്റാം, +4. റെഡി? ഇനി ഏതൊക്കെ സംഖ്യകൾ ഗുണിക്കുമ്പോഴാണ് നമുക്ക് -21 കിട്ടാം, ആലോചിച്ചേ. ആദ്യം 21 കിട്ടുക ഏതൊക്കെ സംഖ്യകൾ ഗുണിക്കുമ്പോഴാണെന്നൊന്ന് ആലോചിക്കാം. 21ഉം 1ഉം ഗുണിച്ചാൽ കിട്ടും, 1ഉം 21ഉം ഗുണിച്ചാൽ കിട്ടും, 7ഉം 3ഉം ഗുണിച്ചാൽ കിട്ടും, 3ഉം 7ഉം ഗുണിച്ചാൽ ഏത് കിട്ടും, 21 കിട്ടും. അപ്പം -21 ആവണമെങ്കിലോ, -21 കിട്ടണമെങ്കിൽ ഒന്നുകിൽ -21ഉം +1ഉം ഗുണിക്കാം, അല്ലെങ്കിൽ +1ഉം -21ഉം ഗുണിക്കാം, അല്ലെങ്കിൽ -7ഉം +3ഉം ഗുണിക്കാം, അല്ലെങ്കിൽ -3ഉം ഇവിടെ ഒരു ചെറിയ തെറ്റ്, -21ഉം +1ഉം -1ഉം +21ഉം -7ഉം +3ഉം -3ഉം +7. റെഡി? അപ്പോൾ ദാ ഇങ്ങനെ 4 പെയർ സംഖ്യകൾ ഗുണിക്കുമ്പോഴാണ് നമുക്ക് ഉത്തരം എന്ത് കിട്ടുക, -21 എന്ന് കിട്ടുക. അപ്പോൾ -21 ഉത്തരം വരുന്ന 4 പെയർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് 4 ഫാക്ടർ പെയർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഈ ഗുണിക്കുമ്പോൾ 21 -21 കിട്ടിയാൽ മാത്രം പോരാ, എന്താണ്, കൂട്ടുമ്പോൾ 4 കിട്ടണം. ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ, ഇതിൽ ഏതെങ്കിലും കൂട്ടുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ 4 കിട്ടണമെന്ന്. -21ഉം 1ഉം കൂടെ ആഡ് ചെയ്താൽ 4 കിട്ടുമോ, -21 1ഉം കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടുക, -20 കിട്ടുക. അപ്പോൾ ഈ പെയറല്ല. ഓക്കെ, ഔട്ട്. ഇവിടെ നിന്നും ഔട്ടായി, ഈ പെയറല്ല. അടുത്തത് -1ഉം 21ഉം ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക, +20 കിട്ടുക. ഇയാളുമല്ല, നമുക്ക് എത്ര കിട്ടണം, 4 കിട്ടണം. അടുത്തത് -7ഉം 3ഉം, -7ഉം 3ഉം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടുക, -4 കിട്ടുക. ഇയാളുമല്ല. ഇനിയിപ്പോൾ ലാസ്റ്റ് പെയർ ആയിരിക്കും, എന്നാലും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. -3ഉം 7ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 4 കിട്ടും. അപ്പോൾ ആരാണ് നമുക്ക് ആവശ്യമുള്ള ആള്, -3ഉം 7ഉം. അപ്പോൾ രണ്ട് സംഖ്യകൾ, അവയെ ഗുണിക്കുമ്പോൾ -21ഉം കൂട്ടുമ്പോൾ 4ഉം കിട്ടുന്ന രണ്ട് സംഖ്യകൾ ഏതാണ്, -3ഉം 7ഉം. അപ്പോൾ a എന്നുള്ളത് -3 എന്ന് എടുക്കാം, b എന്നുള്ളത് 7 എന്ന് എടുക്കാം. തിരിച്ചെഴുതിയാലും ഒരു പ്രശ്നവുമില്ല. ഇനി
കിട്ടി, ഇങ്ങനെ കിട്ടിയില്ലേ? ഇനി എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? നമ്മളുടെ ബഹുപദത്തിനെ പി ഓഫ് എക്സിനെ, അപ്പോൾ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? എക്സ് സ്ക്വയർ മൈനസ് 4x മൈനസ് 21നെ രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതാ ഈ എയും ബിയും കണ്ടുപിടിച്ചത്. ഇനി എന്താ? എ കിട്ടിയത് -3 ആണ്. അപ്പം നമ്മൾ എന്ത് എഴുതുക? എക്സ് എന്ന് എഴുതി. -3 കിട്ടുമ്പോൾ അവിടെ എന്ത് ചെയ്യുക? +3 എന്നാക്കി എഴുതുക. ക്ലിയർ ആയോ? ഒന്നും കൂടെ പറയാം. ഇവിടെ നമുക്ക് എ കിട്ടിയത് -3 ആണ്. അപ്പം നമ്മൾ ഇവിടേക്ക് എഴുതുമ്പോൾ അത് എന്ത് ചെയ്യണം? +3 എന്ന് പറഞ്ഞെഴുതണം. ഓക്കെ, എക്സ് +3 ഇൻറ്റു എക്സ്. അപ്പം ഇനി നോക്കിയേ, ഇവിടെ +7 ആണ്. അപ്പം നമ്മൾ ഇവിടെ എന്ത് എഴുതണം? -7 എന്ന് എഴുതണം. എക്സ് +3 ഇൻറ്റു എക്സ് -7. അപ്പം രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതി. ഇനി ഇതിൻ്റെ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്ന ഒരു ചോദ്യമാണ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതിൻ്റെ സൊല്യൂഷൻസ്, പരിഹാരങ്ങൾ എഴുതാം. അല്ലെങ്കിൽ എപ്പോഴാണ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആവുന്ന എക്സിൻ്റെ വിലകൾ എഴുതാൻ പറയാം. അപ്പോൾ സിമ്പിളാണ്. എന്താ? ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ കിട്ടിയാൽ ആ വിലകൾ എഴുതാൻ നിങ്ങൾക്കറിയാം. വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ കിട്ടിയ നമ്മുടെ എയുടെയും ബിയുടെയും വാല്യൂ ഇല്ലേ? ഈ -3യും 7ഉം ഇല്ലേ? ആ -3യും 7ഉം എടുത്ത് എഴുതിയാൽ മതി. ഇതായിരിക്കും പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതിൻ്റെ സൊല്യൂഷൻസ്. ഏതൊക്കെയാണ്? -3 ആൻഡ് 7. ഓക്കെ, ആ കാര്യം ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഒരു കുഞ്ഞു കൺസെപ്റ്റും കൂടി ഉണ്ട്. ആ കൺസെപ്റ്റും കൂടെ പറയട്ടെ. സപ്പോസ് നമുക്ക് പി ഓഫ് എക്സ് തന്നു. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് വേണ്ട, ഒരു പോളിനോമിയൽ എഴുതാം. 2x² മൈനസ് 2x² വേണ്ട, x² മൈനസ് 7x +3 എന്ന് തന്നു. റെഡി? ഇനി പി ഓഫ് 1 നമ്മൾ കണ്ടുപിടിക്കുകയാണ്. പി ഓഫ് 1 എത്ര വരും? പി ഓഫ് 1 എന്ന് പറയുന്നത് 1² മൈനസ് 7 ഇൻറ്റു 1 + 3 ദാറ്റ് ഈസ് 1 മൈനസ് 7 + 3, അതായത് -3 അല്ലേ? 1ഉം 3ഉം 4, 4 മൈനസ് 7 -3. പി ഓഫ് 1 -3 കിട്ടി. ഇനി പി ഓഫ് എക്സ്, അത് നമ്മൾ വെറുതെ കണ്ടുപിടിച്ചതാണ്. പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1ൻ്റെ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1ൻ്റെ ഒരു ഘടകമാണ്, ഫാക്ടറാണ്. ആര്? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ആരാണ് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1ൻ്റെ ഒരു ഘടകമായിട്ട് വരിക? ഒന്നും കൂടെ പറയാം. പി ഓഫ് എക്സ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. പി ഓഫ് 1 നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്താണ്, നിങ്ങൾക്ക് പി ഓഫ് 1 എങ്ങനെ കണ്ടുപിടിക്കും? ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു മാർക്കൊന്നും കളയാൻ പാടില്ല. അപ്പോൾ അതൊന്ന് ഉറപ്പായി പി ഓഫ് 1 എങ്ങനെ കാണാന്നുള്ളത്. അപ്പോൾ പി ഓഫ് എക്സ് തന്നിട്ടുണ്ട്. പി ഓഫ് 1 നമ്മൾ കണ്ടു. പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1 എന്നുള്ളത് വേറൊരു ബഹുപദമാവും. വേണമെങ്കിൽ നമുക്ക് ആ ബഹുപദം എഴുതി നോക്കാം. ഇവിടെ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1 എന്നുള്ളത് എന്താ വരിക? പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1 എന്നുള്ള ബഹുപദം ഇവിടെ എന്താ വരിക? x² മൈനസ് 7x +3 മൈനസ് ഇവിടെ പി ഓഫ് 1 എന്ന് പറയുന്നത് -3. അപ്പോൾ എന്ത് വന്നു? x² മൈനസ് 7x പ്ലസ് ഇവിടെ 3 + 3 ആവും, അതായത് 6. അപ്പോൾ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1 എന്നുള്ള ബഹുപദം എന്ത് കിട്ടി? x² മൈനസ് 7x + 6 എന്ന് കിട്ടി. ഇതിൻ്റെ ഒരു ഘടകമായിരിക്കും ആര്? ഇത്രയേ ഉള്ളൂ. ഈ എക്സും ഈ മൈനസ് എഴുതുക, ഈ ഇവിടുത്തെ സംഖ്യ എഴുതുക, x-1. ഓക്കെ, അപ്പോൾ പി ഓഫ് എക്സ് നമുക്കറിയാം. പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1ൻ്റെ ഒരു ഘടകമായിരിക്കും ആര്? x-1. ഇതിനെ ജനറൽ ആയിട്ട് നമുക്ക് പറയാം. പി ഓഫ് എക്സ് നമുക്കറിയാം, പി ഓഫ് എ നമ്മൾ കണ്ടുപിടിച്ചു. ഇതിൻ്റെ അപ്പോൾ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് എയുടെ ഒരു ഫാക്ടറാണ് അല്ലെങ്കിൽ ഘടകമാണ് ആര്? എക്സ് ഈ മൈനസ് എ, എക്സ് മൈനസ് എ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. ക്ലിയർ? അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഒരു കുഞ്ഞു കാര്യം കൂടെ പറഞ്ഞു തരട്ടെ. നമ്മൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒന്നാകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതുക എന്നുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ a+bയും a×bയും ചെയ്തു. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഈ ഒരു മെത്തേഡ് നമുക്ക് എപ്പോൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ? x² കോഎഫിഷ്യന്റ് 1 ആയിട്ട് വരുമ്പോൾ മാത്രമാണ് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക്
എയും ബിയും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇവിടെ 1ന് പകരം 2ഓ മറ്റോ ഏതെങ്കിലും ഒരു സംഖ്യ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇത്രയും ചെയ്താൽ മതി. നമ്മൾ സെക്കൻഡ് ഡിഗ്രിയിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? -b + or -√b² - 4ac/2a. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മോഡൽ എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1ന് പകരം സാധാരണ വരുന്ന പാറ്റേണിന് പകരം എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 വരുന്നതിന് പകരം എന്ത് തന്നു? 2ഓ 4ഓ മറ്റോ തന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? അങ്ങനെ വന്നു കഴിഞ്ഞാൽ a + bയും a × bയും വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് ഡിഗ്രിയിൽ പഠിച്ചിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യണം. അപ്പോൾ ആ ഒരു മെത്തേഡ് വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യും? നാളെ 8-ാം തീയതി നമുക്ക് ലൈവ് ഉണ്ട്. ഈ എല്ലാ ചാപ്റ്റേഴ്സ് ഇത്രയും ദിവസം നമ്മൾ നല്ലൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് നിങ്ങൾ പഠിച്ച എല്ലാ ചാപ്റ്റേഴ്സും വെച്ചിട്ട് 8-ാം തീയതി നിങ്ങൾക്ക് ഒരു ബമ്പർ മാരത്തോൺ ലൈവ് ഉണ്ട്. ഓക്കെ, മാരത്തോൺ ലൈവ്, ബമ്പർ മാരത്തോൺ അല്ല, മാരത്തോൺ ലൈവ് ഉണ്ട്. സോ ആ ലൈവിൽ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ബാക്കി എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഈ ഒരു ഒറ്റ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതോടുകൂടി പോളിനോമിയൽസ് എന്നുള്ള ചാപ്റ്റർ സെറ്റാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും കിട്ടുന്നുണ്ട്, വീഡിയോ കണ്ടുപോകരുത്. അതിൻ്റെ ഒപ്പം തന്നെ എഴുതി പഠിക്കുക. അടിപൊളിയായിട്ട് പഠിക്കുക. ഈ 3 ദിവസം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.